മക്കളെ, ഇന്ന് നമ്മൾ ഉൾട്ടാ പുൾട്ട എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ചിപ്പക്കലിക്ക് കിത്തനെ പയർ ഹേ. ചിപ്പക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലി. പല്ലിക്ക് കിത്തനെ എത്ര, പയർ കാല്. പല്ലിക്ക് എത്ര കാലുകളാണ് ഉള്ളത്? എത്രയാണ്? ചാർ അല്ലേ? എന്താണ്? ചാർ. ചാർ പയർ ഹേ എന്ന് എഴുതാം. 4 കാലാണ് ഉള്ളത്. എത്രയാണ്? ചാർ. ചിപ്പക്കലി കഹാം ചൽത്തി ഹേ. ചിപ്പക്കലി എവിടെയാണ് നടക്കുന്നത്? ചിപ്പക്കലി എവിടെയാണ് നടക്കുന്നത്? ദീവാർ പർ, ചുമരിൽ. എവിടെയാണ്? ചുമരിൽ. ദീവാർ പർ, ചുമരിലാണ് എപ്പോഴും പല്ലി നടക്കുക അല്ലേ? പല്ലി ചുമരിലൂടെ അങ്ങനെ നടക്കുന്നതാണ് നമ്മൾ കാണുക. എപ്പോഴും ചുവരിൽ ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ നടക്കും. എന്തെങ്കിലും പാറ്റയോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കഴിക്കും. അതാണ് പല്ലി ചെയ്യുക. അപ്പോൾ എവിടെയാണ് പല്ലി നടക്കുന്നത്? ദീവാർ. ദീവാർ പറഞ്ഞാൽ ചുമര്. ചിത്രമേൻ ചിപ്പക്കലി കഹാം ബൈട്ടി ഹേ. നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ ചിത്രമുണ്ട്. ആ ചിത്രത്തിലുള്ള പല്ലി എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. ചിത്രമേം ചിത്രത്തിൽ, ചിപ്പക്കലി പല്ലി, കഹാം എവിടെ, ബൈട്ടി ഹേ ഇരിക്കുന്നു. ചിത്രത്തിലുള്ള പല്ലി എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? ദീവാർ പർ. ദീവാർ പർ ചുമരിൽ. എവിടെയാണ്? ദീവാർ പർ ചുമരിൽ. കോൻ ചപ്പാക്ക് ഗിർത്തി ഹേ. കോൻ ചപ്പാക്ക് ഗിർത്തി ഹേ. ആരാണ് ടപ്പ് എന്ന ശബ്ദത്തോടു കൂടി വീണത്? ആരാണ്? ചിപ്പക്കലിയിലെ. ചിപ്പക്കലിയാണ് ടപ്പ് എന്ന ശബ്ദത്തോടു കൂടി താഴോട്ടേക്ക് വീണത്. ചിപ്പക്കലി പല്ലിയാണ് അങ്ങനെ വീണത്. അടുത്തത് ചപ്പാക്ക് ഗിർനെ പർ ചിപ്പക്കലി ക്യാ കർത്തി ഹേ. അങ്ങനെ താഴെ വീണ, ടപ്പ് എന്ന ശബ്ദത്തോടു കൂടി താഴെ വീണ ചിപ്പക്കലി ക്യാ കർത്തി ഹേ എന്താണ് ചെയ്തത്? അപ്പനെ ആപ്പ് സമ്പൽക്കർ ഉഡ് ചൽ ദേത്തി ഹേ. സ്വയം എഴുന്നേറ്റ് പോകുന്നു. സ്വയം എന്ത് ചെയ്യാണ്? സ്വയം അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പനെ ആപ്പ് കോൻ ഉഡ് ചൽത്തി ഹേ. ആരാണ് സ്വയം എഴുന്നേറ്റ് പോയത്? വീണടുത്തുനിന്ന് സ്വയം എഴുന്നേറ്റ് പോയത് ആരാണ്? ചിപ്പക്കലി. ആരാണ്? ചിപ്പക്കലി. വീണ ഉടനെ പെട്ടെന്ന് തന്നെ അവിടെ എഴുന്നേറ്റ് പോയി. അതാരാണ് അങ്ങനെ പോയത്? ചിപ്പക്കലി. തുരന്ത് സമ്പൽന മത്ലബ് ക്യാ ഹേ. തുരന്ത് സമ്പൽന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജൽദി ഹി പൂർവസ്ഥിതി മേ ആന. പെട്ടെന്ന് തന്നെ പൂർവസ്ഥിതിയിലേക്ക് വരിക. ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെ പെട്ടെന്ന് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? തുരന്ത് സമ്പൽന എന്ന് പറയുന്നത്. തുരന്ത് സമ്പൽന എന്നതിൻ്റെ അർത്ഥം ജൽദി ഹി പൂർവസ്ഥിതി മേ ആന. പെട്ടെന്ന് തന്നെ പൂർവസ്ഥിതിയിലേക്ക് വരിക. ബന്ദർ ക്യാ കർത്താ ഹേ. കുരങ്ങൻ എന്താണ് ചെയ്യുന്നത്? ബന്ദർ ക്യാ കർത്താ ഹേ. കുരങ്ങൻ എന്താണ് ചെയ്യുന്നത്? ജൂൽത്താ ഹേ. ജൂൽത്താ ഹേ എന്താ? ജൂൽന പറഞ്ഞാൽ ആടുക, ഊഞ്ഞാലാടുന്നതിനെയാണ് ജൂൽത്ത എന്ന് പറഞ്ഞത്. ബന്ദർ ക്യാ കർത്താ. ബന്ദറപ്പാട് എന്താണ് ചെയ്യുന്നത്? ഊഞ്ഞാലാടുക അല്ലേ? മരത്തിൽ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കുക. ജൂൽത്താ ഹേ. ബന്ദർ കഹാം പക്കടുത്താ ഹേ. കുരങ്ങൻ എവിടെയാണ് പിടിച്ചത്? കുരങ്ങൻ എവിടെയാണ് പിടിച്ചത്? ഊപ്പർ കി ഡാലി പർ. ബന്ദർ കഹാം പക്കടുത്താ ഹേ. എവിടെയാണ് പിടിച്ചത്? ഊപ്പർ. ഊന്നുണ്ടേ ഇവിടെ, അങ്ങനെ ഊന്നുള്ളൊരു ചിഹ്നമുണ്ട് കേട്ടോ. ഊപ്പർ കി ഡാലി പർ. മുകളിലെ കൊമ്പിൽ. മുകളിലെ കൊമ്പിലാണ് ആര് പിടിച്ചിരിക്കുന്നത്? ബന്ദർ പിടിച്ചിരിക്കുന്നത്. ऊपर की डाली से बंदर नीचे गिरते समय क्या करता है. മുകളിലെ മരച്ചില്ലയിൽ നിന്ന് താഴെ വീഴുന്ന സമയത്ത് ബന്ദർ എന്താണ് ചെയ്യുന്നത്? തുരന്ത് ദൂസരി ഡാലി പർ പക്കടത്താ ഹേ. പെട്ടെന്ന് തന്നെ മറ്റൊരു മരച്ചില്ലയിൽ പിടിക്കുന്നു. ആംഗേ മീജന കാ അർത്ഥ ക്യാ ഹേ. ആംഗേ മീജന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആംഗേം ബന്ദ് കർണ. ആംഗേം ബന്ദ് കർണ കണ്ണുകൾ അടയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം.
ചീംട്ട സെ ക്യാ താത്പര്യ ഹേ? ചീംട്ട എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബഡി ചീംട്ടി, വലിയ ഉറുമ്പാണ് ചീംട്ട. ചീംട്ട എന്ന് പറഞ്ഞാൽ വലിയ ഉറുമ്പ്. വലിയ ഉറുമ്പിനെയാണ് എന്ത് പറയുന്നത്? ചീംട്ട എന്ന് പറയുന്നത്. हाथ पैरों को अपने आप सीधा करने का अर्थ क्या है? ഹാത്ത് പൈരോക്കോ അപ്പനെ ആപ്പ് സീതാ കർണ, കൈകാലുകൾ സ്വയം നേരെയാക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആകെ ബഡന, മുന്നേറുക. പാറ്റയും അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വീഴുന്ന പാറ്റ നമ്മളതിൽ പഠിച്ചു അല്ലേ? കൂറ അങ്ങനത്തെയൊക്കെയുള്ള ജീവികൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ എന്താണ്? മറഞ്ഞു കിടന്നിട്ട് കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കൂലേ? കൈകാലിട്ട് അടിച്ച ഉടനെ തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ആകെ പഠന, മുന്നേറുക എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ നിന്ന് തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റിട്ട് അവരെന്ത് ചെയ്യാണ്? അവര് വീണ്ടും മുമ്പോട്ടേക്ക് തന്നെ പോവുകയാണ്. ചീംട്ടി ഗിർത്തി മക്കടെ ഗിർത്തെ ഗിർഗിട്ട് ഗിർത്തെ ഗിർഗിട്ട് ഗിർത്തെ കാ മത്ലബ് ക്യാ ഹേ? ഉറുമ്പ് വീണു, അതുപോലെ തന്നെ ചിലന്തി വീണു, ഗിർഗിട്ട് വീണു എന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ജീവൻ മേം പരാജയ സ്വാഭാവിക ഹേ? ജീവിതത്തിൽ പരാജയം സ്വാഭാവികമാണ്. ജീവിതത്തിൽ പരാജയം സ്വാഭാവികമാണ്. ചീംട്ടി മക്കടെ ഗിർഗിറ്റ് ആദി ഗിർത്തെ ഗിർനെ പർ ക്യാ കർത്തെ ഹേ? ഉറുമ്പ്, ചിലന്തി, ഓന്ത് മുതലായവ ഗിർനെ പർ വീണപ്പോൾ ക്യാ കർത്തെ ഹേ? എന്താണ് ചെയ്തത്? ഉടുക്കർ വിജയ് കേലിയ പരിശ്രമം കർത്തെ ഹേ? എഴുന്നേറ്റ് വിജയത്തിലേക്ക് പരിശ്രമിക്കുന്നു. എഴുന്നേറ്റിട്ട് അവർ പെട്ടെന്ന് തന്നെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്. സാഹസ് ഗോന ഇസ്കാ മത്ലബ് ക്യാ ഹേ? സാഹസ് ഗോന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹാർ മാന്ന, പരാജയം സമ്മതിക്കുക. കവിതാക്ക സന്ദേശ് ക്യാ ഹേ? കവിതയുടെ സന്ദേശം എന്താണ്? കവിതാക്ക സന്ദേശ് ക്യാ ഹേ? എന്താണ് കവിതയുടെ സന്ദേശം? മുസീബത്ത് കെ സാമനെ കബി ഭി അപ്നെ ധൈര്യ കോ ചോഡന, ധൈര്യ കോ ഗോന നഹീ ചാഹിയേ. മുസീബത്ത് കെ സാമനെ, മുസീബത്ത് എന്ന പ്രയാസം, പ്രയാസങ്ങൾക്ക് മുന്നിൽ, കബീബി ഒരിക്കലും, അപ്പനെ ധൈര്യക്കോ സ്വന്തം ധൈര്യം, ഗോന നഹീ ചാഹിയെ നഷ്ടപ്പെടുത്തരുത്. പ്രയാസങ്ങൾക്ക് മുന്നേ അത് ചെയ്യരുത്, സ്വന്തം ധൈര്യം നഷ്ടപ്പെടുത്തരുത്. പ്രയാസം ഉണ്ടെങ്കിലും ധൈര്യത്തോടു കൂടി നിൽക്കുക, മുന്നേറുക. ഗിർനെ और पिछड़ने पर क्या करना चाहिए? തുരന്ത് സംഭലന ചാഹിയെ. എന്താണ്? ഗിർനെ और बिछड़ने पर क्या करना चाहिए? വീഴുക, അതുപോലെ തന്നെ പിച്ചടന, പിന്നിലാവുക എന്നതുകൊണ്ട് ക്യാ കർണ ചാഹിയെ? തുരന്ത് സംഭലന ചാഹിയെ. ഹിമ്മത്ത് ഗോനക്ക അർത്ഥ ക്യാ ഹെ? ഹിമ്മത്ത് ഗോന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ധൈര്യ നഷ്ടകർണ, ധൈര്യം നഷ്ടമാവുക എന്നാണ് ഹിമ്മത്ത് ഗോന എന്നതിൻ്റെ അർത്ഥം. ധൂൾ ജഡൻ സേ ക്യാ മത്ലബ് ഹെ? ധൂൾ ജഡൻ സേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സമ്പൽക്കർ ആകെ ബഡന, ശ്രദ്ധിച്ച് മുന്നേറുക. സമ്പൽക്കർ ആകെ ബഡന. ജീവൻ മേം സുഖ പാനെ കാ അർത്ഥ ക്യാ ഹെ? ജീവിതത്തിൽ സുഖം നേടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലക്ഷ്യപ്രാപ്ത കർണ, ലക്ഷ്യം പ്രാപ്തമാവുക. ലക്ഷ്യപ്രാപ്ത കർണ, ലക്ഷ്യം പ്രാപ്തമാവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.